ഫ്ലേവേഴ്സ് ഫ്രം ഹോമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഓട്ടടയും ചിക്കൻ ബൂണ മസാലയുമാണ്. അതിലേക്ക് ആവശ്യമുള്ള ചേരുവകളും ഉണ്ടാക്കുന്ന വിധവും എങ്ങനെയാണെന്ന് നോക്കാം. ഓട്ടട ഉണ്ടാക്കാൻ വേണ്ടി ഇതിലേക്ക് 2 കപ്പ് അരിപ്പൊടിയാണ് ആവശ്യം. ഈ ബ്രാൻഡിൻ്റെ അരിപ്പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പത്തിന് ഉപയോഗിക്കുന്ന അരിപ്പൊടിയാണ്. ചെറിയുള്ളി 10-12 അരിഞ്ഞതാണ്, 1 ടീസ്പൂൺ ജീരകം, 1 കപ്പ് നാളികേരം ചെരുകിയത്, ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇതേ അളവിൽ തന്നെ വെള്ളം എടുത്ത് തിളപ്പിക്കാൻ വയ്ക്കാം. 2 കപ്പ് പൊടിക്ക് 2 കപ്പ് വെള്ളമാണ് ഞാൻ എടുക്കുന്നത്. ഇത് 240 ഗ്രാമിൻ്റെ കപ്പാണ്. ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പും ചേർക്കണം. വെള്ളം തിളയ്ക്കുമ്പോഴേക്കും ഇതെല്ലാം ചേർത്തൊന്ന് കുഴച്ചെടുക്കാം. വെള്ളം തിളച്ച് തുടങ്ങി. ഇനി ഇത് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കാം. നാളികേരത്തിന് നനവുള്ളത് കൊണ്ട് ഇത്രയും വെള്ളം ആവശ്യം വരില്ല. വെള്ളം ചൂടാറിയതിന് ശേഷം കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇനി തവ ചൂടാക്കാൻ വയ്ക്കാം. സാധാരണയായി ഇത് മൺകലത്തിലോ മൺചട്ടിയിലോ ആണ് ചുട്ടെടുക്കാറ്. എൻ്റെ അടുത്ത് ഇതില്ലാത്തത് കൊണ്ട് തവയിലാണ് ചുട്ടെടുക്കുന്നത്. ഇനി ഇത് 3ആയി ഭാഗിച്ചെടുക്കാം. ഇനി ഓരോ ഭാഗങ്ങളാക്കി വാഴയിലയിൽ പരത്തി വയ്ക്കണം. കൈ നനച്ചിട്ട് വേണം പരത്തി വയ്ക്കാനായിട്ട്. റെസിപ്പിയുടെ ചേരുവകളും ഉണ്ടാക്കുന്ന വിധവും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ അടുത്തൊന്നും വാഴയില കിട്ടാത്തത് കൊണ്ട് അടുത്തുള്ളൊരു ഫാമിൽ നിന്നാണ് വാഴയില കിട്ടിയത്. ഇതുപോലെയാണ് അട പരത്തിയെടുക്കേണ്ടത്. ഇനി ഇതുപോലെയുള്ള ഒരു ഇല വെച്ചിട്ട് മൂടി വെച്ചിട്ട് വേണം ചുട്ടെടുക്കാൻ. ഓട്ടട കട്ടിയായിട്ടുണ്ടാക്കിയത് കാരണം ആദ്യമൊന്ന് ഹൈ ഫ്ലെയിമിൽ വെക്കണം. അതിനുശേഷം ലോ ഫ്ലെയിമിലിട്ട് വേണം ചുട്ടെടുക്കാൻ. ഇനി ഇത് മൂടി വയ്ക്കാം. അട ഒരു സൈഡ് വെന്തിട്ടുണ്ട്. ഇനി ഇത് മറിച്ചിട്ട് മറ്റേ സൈഡും വേവിച്ചെടുക്കാം. അങ്ങനെ ഓട്ടട ഇവിടെ റെഡിയായി. ഇതിൻ്റെ കൂടെ കഴിക്കാനുള്ള അടിപൊളി ചിക്കൻ ബൂണ മസാല തയ്യാറാക്കാം. ബൂണ മസാല തയ്യാറാക്കാൻ ഇത്രയും ചേരുവകളാണ് ആവശ്യമുള്ളത്. ആദ്യം തന്നെ 1.5 കിലോ ചിക്കൻ ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് 1 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിൻ്റെ കൂടെ ആവശ്യമുള്ളത് 3 തക്കാളി മിക്സിയിലിട്ട് അടിച്ചത്, 3 സബോള അരിഞ്ഞത്, അതുപോലെ തന്നെ മല്ലിയില, 3 പച്ചമുളക് അരിഞ്ഞത്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഗരം മസാല പൊടി, ജീരകം പൊടിച്ചത്, മല്ലിപ്പൊടി,
പിന്നെ വേണ്ടത് കസൂരി മേത്തിയാണ്, അതായത് ഉലുവയുടെ ഇല പൊടിച്ചതാണത്. ഇത് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇത്രയും സാധനങ്ങൾ റെഡിയാണ്. ഇനി നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം തന്നെ ഒരു പാൻ ചൂടാക്കി എടുക്കണം. പാൻ ചൂടായി വരുമ്പോൾ 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ചിക്കൻ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഫ്ലെയിം ഹൈയിൽ തന്നെ വെക്കുക. എന്നിട്ട് ചിക്കൻ പീസസ് നമുക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഫ്ലെയിം ഹൈയിൽ തന്നെ വെച്ച് ഒരു 5 മിനിറ്റ് വഴറ്റിയെടുക്കണം. ഇനി ഫ്ലെയിം സിമ്മാക്കി 10 മിനിറ്റ് ഒന്നും കൂടെ വഴറ്റിയെടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അതേ പാനിൽ കുറച്ചും കൂടെ എണ്ണ ഒഴിച്ച് നമുക്കിനി ഉള്ളി വഴറ്റിയെടുക്കാം. പത്ത് മിനിറ്റോളം ഞാൻ ഉള്ളി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ലൈറ്റ് ബ്രൗൺ കളർ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം കുറച്ച് വെച്ച് 2 മിനിറ്റും കൂടെ വഴറ്റിയെടുക്കാം. ഇനി മസാലപ്പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ജീരകം പൊടിച്ചത്. മല്ലിപ്പൊടിയും ജീരകപ്പൊടിയും നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്യുക. അടുത്ത സ്റ്റെപ്പാണ് ബൂണ ചെയ്യുന്നത്. ബൂണ എന്ന് വെച്ചാൽ ഈ മസാലയെല്ലാം കരിയാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ ഒരു സ്വല്പം വെള്ളം തളിച്ചു കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കുന്നതിനെയാണ് ബൂണ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് തക്കാളി നമ്മൾ മിക്സിയിൽ അടിച്ചതാണ് ചേർക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഇത്രയും പൊടികൾ ചേർത്ത കാരണം മസാല കരിഞ്ഞു പോകും. അപ്പോൾ അത് ഉണ്ടാവാതിരിക്കാനാണ് നമ്മൾ വെള്ളം തളിച്ച് ഒന്ന് വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പിനെയാണ് നമ്മൾ ബൂണ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇത് ചെയ്തില്ലെങ്കിൽ നമ്മുടെ കറിക്ക് ഒരു കരിഞ്ഞ ഒരു ടേസ്റ്റ് വരും. ആദ്യത്തെ മസാല ബൂണ ചെയ്ത് വെള്ളമെല്ലാം വറ്റി വരുമ്പോൾ അരച്ച് വെച്ച തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ബൂണ ചെയ്യുന്ന സമയത്ത് തളിച്ചു കൊടുത്ത വെള്ളം മുഴുവനായിട്ട് വറ്റിയതിന് ശേഷം മാത്രമേ അരച്ച് വെച്ച തക്കാളി ചേർക്കാൻ പാടുള്ളൂ. തക്കാളി ചേർത്തതിന് ശേഷം നന്നായി നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക മസാലയെല്ലാം. അതിനുശേഷം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് കറിയിൽ ചേർത്ത് കൊടുത്താൽ മതി. മസാല ഒന്ന് തിളച്ച് വരുമ്പോൾ പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. 2 പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ തക്കാളിയിലെ എല്ലാ വെള്ളവും വറ്റി വരുന്ന വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. എരിവ് കുറച്ചും കൂടെ കൂടുതൽ വേണമെന്ന് തോന്നിയാൽ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. അപ്പോൾ ഇതേ മസാലയിലെ വെള്ളം എല്ലാം നന്നായി വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കസൂരി മേത്തി ചേർത്ത് കൊടുക്കാം, അതായത് ഉലുവയുടെ ഇല പൊടിച്ചത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഇപ്പോൾ ഇത് അവൈലബിൾ ആണ്. ഇത് കറിയിൽ ചേർത്ത് കൊടുത്താൽ കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് വരും. ഇനി ഇതിലേക്ക് ചിക്കൻ പീസസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ പാന് കുറച്ച് ചെറുതായതുകൊണ്ട് എനിക്ക് ഇളക്കാനുള്ളൊരു ബുദ്ധിമുട്ട് കണ്ടില്ലേ. അപ്പോൾ ഞാനിതൊരു
വലിയൊരു ചീനച്ചട്ടിയിലേക്ക് മാറ്റാൻ പോവാണ്. ഇനി ഈ മസാല ചിക്കൻ്റെ ഓരോ കഷ്ണങ്ങളിലേക്ക് പിടിക്കും വിധം ഇളക്കി കൊടുക്കുക. ഒരു 5 മിനിറ്റോളം നിർത്താണ്ട് ഇളക്കി കൊടുത്താൽ ആ മസാലയൊക്കെ നന്നായി ചിക്കനിൽ പിടിക്കും. ഫ്ലെയിം മീഡിയത്തിൽ തന്നെയാണ് വെക്കേണ്ടത്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ചേർക്കാം. ഇനി നിങ്ങൾക്ക് ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 1.5 ഗ്ലാസ് വെള്ളം ചേർത്താൽ മതി, അതിൽ കൂടുതൽ വേണ്ട. ഇനി കുറച്ച് ഗരം മസാല മേലെ കൂടെ വിതറി കൊടുക്കാം. ഇനി ഇതൊരു മൂടി വെച്ച് 10 മിനിറ്റ് വേവിച്ചെടുക്കണം. ലോ ഫ്ലെയിമിൽ വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. പിന്നെ ഇത് മൂടി വെച്ച് 10 മിനിറ്റ് വേവിച്ചെടുക്കാം. അങ്ങനെ ചിക്കൻ ഭൂണ മസാല ഇവിടെ റെഡിയായി. ഇനി അവസാനമായി കുറച്ച് മല്ലിയില മേലെ കൂടെ വിതറി കൊടുക്കും. അങ്ങനെ ഓട്ടടയും ചിക്കൻ ഭൂണ മസാലയും ഇവിടെ റെഡിയായി. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക.